പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കാലത്തിൻ്റെ സ്മൃതിയിൽ മറഞ്ഞു പോകുന്ന ഒരു 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിനെ കുറിച്ചാണ്. ഇത് ഈ വരും തലമുറയ്ക്ക് ഒരു പക്ഷെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം. എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു ബിൽഡിങ് ഏകദേശം 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണ്. വള്ളംകുളം നന്നൂർ റോഡിൽ ഏകദേശം ഒരു 100 മീറ്ററിന് ഇല്ല, ഒരു 20 മീറ്ററിന് ഉള്ളിൽ വള്ളംകുളം നന്നൂർ റോഡിൽ ഉള്ള. കാരണം ഇത് കാലത്തിൻ്റെ യവനയിൽക്കുള്ളിൽ മറഞ്ഞു പോയി കഴിയുമ്പോൾ ഇങ്ങനൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പുതുതലമുറയ്ക്ക് അറിയത്തില്ല. ഇത് കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ബിൽഡിങ്ങാണ്. കല്ലുകൊണ്ട്. എനിക്ക് ഇതിൻ്റെ വ്യക്തമായ എൻ്റെ വർഷങ്ങളോ പഴക്കങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഈ തലമുറയിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നവരോടൊന്നും നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുമില്ല. നമ്മുടെ പഴയ തലമുറയിലെ ആൾക്കാർക്കൊക്കെ അറിയാം. കണ്ടില്ലേ, കരിങ്കല്ലിനാൽ കെട്ടപ്പെട്ട ഒരു ബിൽഡിങ്ങാണ്. ഇതിന് പ്രത്യേകത പഴയ തലമുറ, എൻ്റെ പ്രായത്തിലും ഒക്കെ അതിന് മുന്നിലുള്ള ജനറേഷനുകൾക്കൊക്കെ അറിയാം. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വള്ളംകുളത്തെ ജംഗ്ഷനിലെ പണ്ടത്തെ പ്രതാപത്തോട് ഇരുന്നൊരു പലചരക്ക് കടയാണ്. പലചരക്ക് കട, പിന്നെ നെല്ല് കുത്തുന്ന മില്ല്, തേങ്ങയാട്ടുന്നത് എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടില്ലയോ, മച്ചൊക്കെയുള്ളൊരു ബിൽഡിങ്ങാണ്. കല്ലുകെട്ടിലുള്ളൊരു ബിൽഡിങ്ങാണ്. ഇതിൻ്റെ മുകൾ ഭാഗം പണ്ട് കൊപ്ര ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഭാഗമാണ്. കൊപ്ര കണ്ടില്ലേ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പുതിയ തലമുറയ്ക്ക് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ബിൽഡിങ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 100 വർഷത്തിന് മേളിലുള്ള ഒരു ബിൽഡിങ്ങായി വള്ളംകുളത്ത് ഒരു പക്ഷെങ്കിൽ അപൂർവമായിരിക്കാം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. പഴയ മാടശ്ശേരി ബിൽഡിങ്ങാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ കൈവശാവകാശം കല്ലുത്തറ സുനിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിലാണ്. ഇത് പഴയ പലചരക്കടയാണ്. ഞാൻ ആദ്യം കാണിച്ചത് ഇത് തേങ്ങയാട്ടുന്ന തേങ്ങയാട്ടി നെല്ല് കുത്തിയൊക്കെ കൊണ്ട് വെച്ച് ഇവിടെ തൂക്കി വിറ്റ് പോയിക്കൊണ്ടിരുന്ന ത്രാസും കാര്യങ്ങളൊക്കെ ഇവിടെ പണ്ടത്തെ ത്രാസാണ് ഒക്കെ ഉണ്ടായിരുന്ന. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ. കാരണം എൻ്റെ ചെറുപ്പകാലം എനിക്ക് നല്ല ഓർമ്മയാണ് ഇവിടെ. കാരണം ഞാൻ ധാരാളം സമയങ്ങൾ ഇവിടെ വരും. ആ പ്രായത്തിലുള്ള എല്ലാ വള്ളംകുളംകാരെല്ലാം ഇവിടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് ഇതല്ലേ കല്ലുകെട്ടാണ്. ഇത് അന്നത്തെ മില്ലാണ്, തേങ്ങയാട്ടുന്ന മില്ല്. തേങ്ങയാട്ടുന്ന മില്ല്, അരി കുത്തുന്ന മില്ല്. കാരണം എൻ്റെ ചെറുപ്പകാലിലൊക്കെ ഇവിടെ നിന്ന് നെല്ല് കുത്തുമ്പോൾ അതിൻ്റെ ഉമിയെടുത്താണ് പല്ല് തേച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ പല്ല് തേക്കാൻ വേണ്ടി ഉമിയൊക്കെ എടുക്കാൻ വരുന്നത് ഇവിടെ. ഇന്നല്ലേ പേസ്റ്റൊക്കെ ഉണ്ടായത്. കണ്ടില്ലേ, കൽക്കെട്ടാണ്. ഈ മൂലഭാഗത്താണ് അന്ന് ഉമി ഒന്ന് വെളിയിലോട്ട് നമ്മുടെ മുടപ്പിലാങ്ങൽ ഭാഗത്ത് പോട്ട് വന്ന് ചേരുന്നത്. ഇന്ന് പഴയ മുടപ്പിലാങ്ങലെ വീടുകളൊന്നും ഇല്ല. ഇന്ന് തൊട്ടുപുറയിലാണ് അക്ഷയ സെൻറ്റർ തൊട്ടുപുറയിൽ. ഇന്ന് മുടപ്പിലാങ്ങലെ വീടുകളൊന്നുമില്ല. ഇന്ന് ചോദിച്ചാൻ എന്ന് പറഞ്ഞ ഒരാളെ മേടിച്ചിരിക്കുകയാണ്. പണ്ട് പ്രതാപത്തോട് കിടന്ന ഒരു സ്ഥലമാണ് മുടപ്പിലാങ്ങലെ വീട്. അതൊന്നും ഇല്ല. പണ്ട് നസീറും അടൂർ ഫാസിയും ഒക്കെ വന്ന് പല പ്രാവശ്യം വന്നിട്ടുള്ളതെന്നാണ് പഴയ തലമുറയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് മുടപ്പിലാങ്ങലെ ഭവനത്തിൽ. അപ്പം കാരണം ഇങ്ങനൊരു ബിൽഡിങ് മറഞ്ഞു പോകുമ്പോൾ ഇങ്ങനൊരു ചരിത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പുതിയ തലമുറയ്ക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പണ്ട് റോഡുകളിലൂടെയൊക്കെ കെട്ടുവള്ളത്തേൽ കൊപ്രായൊക്കെ ആയിട്ട് ഒന്നൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. റോഡുകളൊക്കെ ഒന്ന് നടന്നു പോകുന്നതാണ്. റോഡിനക്കരയൊക്കെ നടന്നു പോകാം. അതുപോലെയൊക്കെയാണ് ഞാൻ നടന്നു പോയിട്ടുള്ളവനാണ്. അത് ഈ തലമുറയിലുള്ളവരൊക്കെ നടന്നു പോയിട്ട് അന്ന് കൊപ്രായം കൊണ്ടൊക്കെ വന്ന് ഇവിടെ ചുമ്മിക്കൊണ്ട് കയറ്റി ഇവിടെ കൊപ്രായം തിരിച്ച് ആലപ്പുഴയൊക്കെ ഉണ്ട്. ആലപ്പുഴയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അത് തേങ്ങയാട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ ബാല്യകാലത്ത് നല്ലൊരു ഓർമ്മയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥാപനം ചരിത്രത്തിൻ്റെ
ഏറുകളിൽ മറയപ്പെടുമ്പോൾ ഇങ്ങനൊരു സ്ഥാപനം വള്ളംകുളത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് ഒരു പക്ഷെങ്കിൽ എനിക്ക് 7.5 വർഷത്തോളം എനിക്ക് ഈ കടമുറികൾ എനിക്ക് ഉപയോഗിക്കാനും എനിക്ക് വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയും ഭാഗ്യമൊക്കെ എനിക്കുണ്ടായി. കാരണം ഒരുപക്ഷെ ലാസ്റ്റ് വാടകക്കാരനായിരിക്കും ഞാൻ ഈ കടയുടെ. കാരണം ഇതിനി ഭാവിയിൽ ഒരു മെയിൻ്റനൻസ് ചെയ്ത് കൊടുക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പം ഇങ്ങനെ വള്ളംകുളത്ത് ഇങ്ങനൊരു കട ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു എന്ന് നിങ്ങളെ ഒന്ന് ബോധിപ്പിക്കാനും അറിവിലേക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഓട്ടോ സ്റ്റാൻഡാണ്, വള്ളംകുളത്തിൻ്റെ ഹൃദയഭാഗത്താണ്. അപ്പം ഇതിന് മുന്നിൽ എന്നേക്കാളും പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഇതിൻ്റെ ചരിത്രം അറിയാവുന്ന ആൾക്കാർക്ക്. അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് ഒന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ ഏവർക്കും നമസ്കാരം.